എല്ലാവർക്കും നമസ്കാരം. തുടർന്നുള്ള ഭാഗം. സർവ്വജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോഴോ അന്തർമുഖനായ മുനിക്ക് അത് നിശാകാലവുമാണ്. അതായത് വിഷയബുദ്ധിയുള്ള ജീവികൾക്ക് ബ്രഹ്മം നിശയായാണ് ഭവിക്കുന്നത്. എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം നേടിയ വിഷയബുദ്ധി ജയിച്ചവർക്ക് മാത്രമാണ് ബ്രഹ്മസത്ത അനുഭവവിഷയം ആകുകയുള്ളൂ. അദ്ദേഹം സദാ അതിൽ ഉണർന്നു വർത്തിക്കുന്നു. സത്യം തെളിഞ്ഞതുകൊണ്ട് മാത്രം വിഷയബുദ്ധി എന്നേക്കുമായി അദ്ദേഹത്തെ വിട്ട് അകലുകയും ചെയ്യുന്നു. എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും വിക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. അല്ലാതെ ആ ആഗ്രഹങ്ങളെ മാത്രം നിറവേറ്റാനായി യത്നിക്കുന്നവനല്ല. അതായത് വെള്ളത്താൽ അതിവിപുലമാണ് സമുദ്രം. എങ്കിലും നദികളിലെയും വർഷകാലത്തുള്ള അധിക വെള്ളവും അതിലോട്ടൊഴുകി ചേരുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും സമുദ്രം ഒരേ മട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് ഒരിക്കലും കരകവിഞ്ഞൊഴുകുന്നില്ല. മാത്രമല്ല ശാന്തവുമാണ്. തൃഷ്ണാവബോധമുള്ള ഒരാളിൻ്റെ സ്ഥിതിയും ഇതേ പ്രകാരമാണ്. സ്വയം തൃപ്തനായ ഭക്തനെ ഇന്ദ്രിയങ്ങൾക്ക് ശോഭിപ്പിക്കാനാവില്ല. തൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് ആവശ്യങ്ങളില്ല. അവൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഭഗവാൻ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒരു സമുദ്രത്തെ പോലെ വിശാല ദൃക്കായിരിക്കും അയാൾ. സദാ പരിപൂർണനുമായിരിക്കും. ഇനി മലയാള പരിഭാഷ. സകല ജീവജാലമിന്നുറങ്ങിടുന്ന രാവതിൽ ഉണർന്നിരുന്നു ചിന്ത ചെയ്തിടുന്നതാണ് മുനിയടോ. സകല ജീവജാലമിന്നുണർന്നിടുന്ന നേരമാണ് ദൃഷ്ടിയുള്ളിലായിടുന്ന മുനിയതങ്ങുറക്കവും. തന്നിലേക്കൊഴുകിടും നദികൾ ഉൾക്കൊണ്ടിട്ടിതജപ്രതിഷ്ഠമായി മേവും സമുദ്രങ്ങൾ തന്നിലേക്കൊഴുകിടുന്നൊരാഗ്രഹവും ആകെയും ഉൾവലിച്ചിടുന്നു ശാന്തിയെ പൂകടോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.